ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? റിയൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇവിടെ അലച്ച് അലമുറയിട്ട് അവിടെ ബോധം വന്നതിന് ശേഷം രാത്രി ഒന്നും കിടന്ന് ഉറങ്ങിയിട്ടുമില്ല. ആകെ ടെൻഷനായി. രാവിലെ ഒന്ന് ആയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെ പണ്ടെങ്ങാണ്ടോ ടീച്ചറെ, പണ്ട് കുറെ കാലം മുന്നേ എന്തോ ഇതൊക്കെ ചെയ്തോന്നും ഇനി പ്രേതമൊന്നും ഇല്ല. അതൊക്കെ വെറുതെ, അത് നമ്മള് നോക്കേ ചെയ്യരുത്. കിടക്കാൻ നോക്ക്. ഇനി ഇപ്പൊ കൂടുതൽ സംസാരം ഒന്നും വേണ്ട. അയ്യോ അയ്യോ അയ്യോ, ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം കൂടെ തിരുപ്പതിയായി. ഹല്ലേലൂയ, സ്തോത്രം. ഹലോ, എക്സ്ക്യൂസ് മീ. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്റ്റോറി പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു. എൻ്റെ ചെറുപ്പത്തിലെ ഒരു സ്റ്റോറിയാണ്, ഞാൻ പറഞ്ഞുതരാവേ. ഞങ്ങളുടെ ഇവിടെ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചർ ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലത്ത് ഉള്ളതാണ്. പുള്ളിക്കാരി ഇവിടെ എറണാകുളത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. ഒരു യൂണിയൻ LP സ്കൂളിലെ ടീച്ചറാണ്. അപ്പം പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മൺഡേ ടു ഫ്രൈഡേ ഇവിടെ ഉണ്ടാവും, എറണാകുളത്തുണ്ടാവും. സാറ്റർഡേ സൺഡേ പുള്ളിക്കാരിയുടെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഈ 5 ഡേയ്സ് ഈ ടീച്ചർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പുള്ളിക്കാരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ ഉള്ള, എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പുള്ളിക്കാരി ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ. അപ്പം ഞാനപ്പം ഒരു പ്രാവശ്യം മമ്മ എന്ന് പറഞ്ഞ എൻ്റെ മദർ, മമ്മ ടീച്ചറോട് പറഞ്ഞ് ഇവള് പഠിക്കാൻ ഭയങ്കര മോശമാണ് ടീച്ചർ. അപ്പം ടീച്ചർ ഇവളെ എങ്ങനെയും പഠിപ്പിച്ചെടുക്കുവാണെങ്കിൽ വില ജയിച്ചു പോയാലോ എന്ന് ഓർത്തിട്ട് മമ്മ അങ്ങനെ പറഞ്ഞു പഠിക്കും. ടീച്ചർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ ഞാൻ അവളുടെ കൂടെ കിടക്കാം, അതായത് ഇവിടെ ഉണ്ടല്ലോ 5 ഡേയ്സ് ഇവിടെ ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരി എന്ത് ചെയ്ത് എൻ്റെ റൂമിൽ വന്ന് കിടക്കുവാണേ. അപ്പം ഞാൻ മുകളിലത്തെ ഫ്ലോറിലാണ് കിടക്കുന്നത്, മമ്മ താഴത്തെ ഫ്ലോറിലാണ് കിടക്കുന്നത്. അപ്പം മമ്മായും അനിയനും ഒക്കെ താഴത്തെ ഫ്ലോറിലാണ്. ബ്രദർ ആ സമയത്തില്ല. ബ്രദർ LLB പഠിക്കാനായിട്ട് ആള് പുറത്ത് പോയേക്കുക, മീൻസ് ട്രിവാൻഡ്രം പോയേക്കുക. അപ്പം ഈ ടീച്ചർ എൻ്റെ കൂടെ വന്ന് കിടക്കാം. അപ്പം ടീച്ചർ പഠിപ്പിക്കുന്നത് തന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പം അതുപോരാതെ ഈ ടീച്ചർ രാവിലെ നമ്മൾ എണീപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഭൂമി പെട്ടെന്ന് കുലുങ്ങി വീണ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ കുലുക്കി വിളിക്കുന്നത്. ഷെറിൻ 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 എന്ന് പറഞ്ഞാൽ നമ്മളിട്ട് കുലുക്കി ഉണ്ടല്ലോ, നമ്മളങ്ങ് അയ്യോ 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 ഇപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം കൂടെ അങ്ങനെ നമ്മൾ ഉറക്കത്തിൽ നിണയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു. ആ രീതിയിൽ ടീച്ചർ നമ്മളെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നതാ ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യനെ എണീപ്പിക്കുന്നത്. അതും മനുഷ്യൻ പോലും ഇല്ല, ഞാനൊന്ന് ചെറിയൊരു കൊച്ചിനെ എണീപ്പിക്കുന്നത് അങ്ങനെ. അപ്പം നമ്മൾ പേടിച്ച് കുറച്ച് നമ്മൾ എണീക്കുന്നത്. അപ്പം ഈ ടീച്ചർ എൻ്റെ കൂടെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ ടീച്ചറിനെ എങ്ങനെയും പഠിപ്പിക്കുന്നത് ഒഴിവാക്കണം, ടീച്ചറിനെ എങ്ങനെയെങ്കിലും ഈ റൂമിൽ നിന്നും പുറത്തേ അടിക്കണം. കാരണം രാവിലെ ഉള്ള എണീപ്പിക്കൽ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടീച്ചറിനോട് ചുമ്മാ ഇങ്ങനെ ചോദിച്ചു. കാരണം പുള്ളിക്കാരി ഇച്ചിരി ദൈവവിശ്വാസമൊക്കെ നല്ല രീതിയിലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, സീത്തറിന് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അത് തന്നെ പുള്ളിക്കാരി പറഞ്ഞ് നമ്മൾ പടച്ചോനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് പ്രേതമൊന്നും ഇല്ല, അതൊക്കെ വെറുതെ, അത് നമ്മൾ നോക്കേ ചെയ്യരുത്. ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഓക്കെ, അപ്പോൾ അതെന്തായാലും ഇനി കേൾക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ടീച്ചറെ പ്രേതമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ കള്ളനുണ്ട് കേട്ടോ. കള്ളൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. കള്ളനുണ്ട് ഇവിടെ ഞങ്ങളുടെ ഈ വീട്ടിൽ 2 പ്രാവശ്യം കള്ളൻ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മമ്മ കിടക്കുന്ന താഴത്തെ റൂമിൽ മമ്മ കിടക്കുന്ന എക്സോസ് ഫാനിൻ്റെ അവിടെ വന്നിട്ട് കള്ളൻ വന്ന് ഒച്ചയെടുത്തു, മമ്മ പേടിച്ചു പോയി. പിന്നെ വേറൊരു പ്രാവശ്യം ടെറസിൻ്റെ മുകളിൽ കയറി എന്നിട്ട് കള്ളൻ ഇവിടെയൊക്കെ ഇറങ്ങി നടന്നിട്ട് ഞാനൊരു കള്ളൻ്റെ ഒരു സ്റ്റോറി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സംഭവങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു. അപ്പം പുള്ളിക്കാരി കിടക്കാൻ നോക്ക്, ഇനി ഇപ്പോൾ കൂടുതൽ സംസാരം ഒന്നും വേണ്ട, രാവിലെ എണീറ്റ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എൻ്റെ കൂടെ തന്നെ വെട്ടി കിടക്കുക. ഞാനും പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴേക്കും ഈ ടീച്ചർ മമ്മാൻ്റെ അടുത്തേക്ക് എന്നേക്കുവാണേ. എന്തും പറഞ്ഞാന്നറിയോ, കുഞ്ഞുമോളെ ഇവിടെ, മമ്മാനെ വിളിക്കുന്ന കുഞ്ഞുമോളെന്നാണ് എല്ലാവരും. കുഞ്ഞുമോളെ ഇവിടെ കള്ളം കയറിയിട്ടുണ്ടോ? അപ്പോൾ അത് പണ്ടെങ്ങാണ്ടോ ടീച്ചറെ, പണ്ട് കുറേ കാലം മുന്നേ എന്തേ ഇല്ല ഇവിടെ ഇന്നലെ രാത്രി അത് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് ആലോചിച്ച് നോക്കണേ. ഞാനത് പറഞ്ഞിട്ട് ഞാൻ ഏറ്റില്ല എന്നുള്ള മട്ട് ഞാൻ കിടന്നുറങ്ങി. പക്ഷെ പുള്ളിക്കാരി മേടിച്ചു, പുള്ളിക്കാരി രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ടില്ല. അപ്പം ഓക്കെ, സംഭവം ഏറ്റു. അപ്പം പക്ഷെ എന്നാലും പോകുന്നില്ല, പുള്ളിക്കാരി എൻ്റെ റൂമിൽ തന്നെ, പക്ഷെ ഉറങ്ങിയിട്ടില്ല, രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയും. ഇവള് ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് ഞാനാണെങ്കിൽ രാത്രി ഒന്നും കിടന്ന് ഉറങ്ങിയിട്ടുമില്ല. ആകെ ടെൻഷനായി. രാവിലെ ഒന്ന് ആയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ടീച്ചർ ഭയങ്കരത്. മമ്മ അപ്പം തന്നെ എന്നെ ഒരു തുറച്ചു നോട്ടം, എന്തിൻ്റെ കേടാണ് എന്നുള്ള രീതിയിൽ എന്നെ ഒരു നോട്ടം. ഞാനപ്പം തന്നെ ഞാൻ ഒരു സത്യം പറഞ്ഞു കൊടുത്തതേ ഉള്ളു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും ട്രിപ്പ് പോവാം. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ച് ട്രിപ്പ് പോവാം. അപ്പോൾ വീട്ടിലാരുമില്ല. അപ്പം അമ്മ പറഞ്ഞ് ടീച്ചർ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, സാറ്റർഡേ സൺഡേ എല്ലാം വീട്ടിൽ പോകത്തുള്ളൂ, അപ്പോൾ ടീച്ചർ വീട് നോക്കിക്കോ, ഇവിടെ നിന്നോ, കുഴപ്പമില്ലല്ലോ, ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അല്ല ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെയാണ് ഓക്കെ. വീടിൻ്റെ കുറച്ചടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, സെൽവി ചേച്ചി.
സെൽവി ചേച്ചിനെ നമുക്ക് ഇവിടെ നിർത്താം, സെൽവി ചേച്ചിയും ടീച്ചറും കൂടെ നിന്നോളൂ. അപ്പോൾ സെൽവി ചേച്ചിയുടെ മോളെയും കൂടെ വിളിച്ചിട്ട് വന്നേ. അപ്പോൾ മോൾക്ക് ചെറിയ കുട്ടിയാണ്, 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അങ്ങനെ തോന്നുന്നു. അപ്പോൾ സെൽവി ചേച്ചിയും മോളും കൂടി അവിടെ വന്ന് കിടക്കുക. നന്ദിനിയാണ് മോളുടെ പേര്. ഓക്കെ, സെൽവി ചേച്ചി നന്ദിനിയും അവിടെ കിടക്കാനായിട്ട് വന്നു. ടീച്ചർ സോഫയുടെ മുകളിൽ കിടക്കുക. സോഫയുടെ മുകളിൽ ടീച്ചർ ഇങ്ങനെ കിടക്കുക. സെൽവി ചേച്ചി നന്ദിനിയും കൂടി ഇങ്ങനെ കിടക്കുക, ടീച്ചർ ഇങ്ങനെ കിടക്കുവാണേ. അപ്പം ഞാൻ ഈ കള്ളൻ്റെ കഥകളൊക്കെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് മസാലയും ഉപ്പും മുളകൊക്കെ കൂട്ടി പറഞ്ഞു. ടീച്ചറിന് അതൊക്കെ മനസ്സിലുണ്ട്. മമ്മയാണെങ്കിൽ പണ്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ കുറച്ച് കാലം മുന്നേ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഇതുകൂടെ കേട്ടപ്പോഴും ടീച്ചറിൻ്റെ ഗ്യാസൊക്കെ പോയിരിക്കുമായിരുന്നേ. ടീച്ചർ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ടീച്ചർ രാത്രി ആയപ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഉറക്കത്തിൽ പേടിച്ച് സ്വപ്നം കണ്ടിട്ട് കള്ളൻ എന്ന് വിളിച്ചു കൂവിയേ. ഇത് കൂവിയപ്പോൾ തന്നെ സെൽവി ചേച്ചി ഉണ്ടല്ലോ, സെൽവി ചേച്ചി ടീച്ചർ ഇങ്ങനെ നടക്കുക സോഫയിൽ, സെൽവി ചേച്ചിയും നന്ദിനി ഇങ്ങനെ നടക്കുള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ സെൽവി ചേച്ചി കണ്ണു തുറന്നിട്ട് കള്ളൻ എന്ന് വിളിച്ചു വരുമ്പോൾ ടീച്ചർ ശരിക്കും കള്ളനെ കണ്ടിട്ട് വിളിച്ച് കൂവണതാന്ന് പറഞ്ഞിട്ട് സെൽവി ചേച്ചി നന്ദിനീനെ ഇങ്ങനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അയ്യോ എൻ്റെ മോള് എന്ന് പറഞ്ഞ് മുറുക്കെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ തന്നെ ടീച്ചർ പിന്നെയും കൂകി വിളിച്ച് കള്ളൻ ടീച്ചർ പിന്നെ വിളിച്ചോണ്ടിരിക്കുക. അപ്പോൾ തന്നെ സെൽവി ചേച്ചി തീർന്നു, ലൈഫ് തീർന്നു നേരത്തെ സെൽവി ചേച്ചി ഈ നന്ദിനീനെ ഇങ്ങനെ ഇറക്കി പിടിച്ചോണ്ടിരിക്കും കേട്ടോ. ഈ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ടീച്ചർ ഒരൊറ്റ കമരല് ഈ സെൽവി ചേച്ചിയുടെ തലയിലേക്ക് ടീച്ചർ വീണ് ഇവർ രണ്ടുപേരും കൂടെ അലമുറയിട്ട് അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ഈ രണ്ടുപേർക്കും ബോധം വന്നതിന് ശേഷം ടീച്ചർ എന്തിനാ കള്ളെന്ന് വിളിച്ച് കൂവിയതെന്ന് സെൽവി ചേച്ചി ചോദിച്ചപ്പം ടീച്ചർ പറയുക, അത് ഞാൻ സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചെടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ വരുക. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും ടീച്ചർ തലേ ദിവസം തന്നെ ഞാൻ പേടിപ്പിച്ചു, ടീച്ചർ ഉറങ്ങിയില്ല എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടിരിക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു ഇൻസിഡന്റും കൂടി സെൽവി ചേച്ചിയും കൂടെ ചേർന്ന് രണ്ടുപേരും കൂടി ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞു കഴിഞ്ഞപ്പം തിരുപ്പതിയായി. ഹല്ലേലൂയ സ്തോത്രം എന്നാ സിനിമയിൽ സുരാജ് പറയുന്ന പോലെ മമ്മ എന്നെ അങ്ങിട്ടുള്ള ഇതൊക്കെ ഇതൊന്നും വറുത്തെടുത്ത്. അത് എന്തിന്റെ കേടുണ്ടായിട്ടോ ഒരാള്, അതായത് ഞാൻ പറഞ്ഞ ടീച്ചർ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്നുണ്ടാണോ എന്ന് അറിയില്ല. ടീച്ചർ മേടിച്ച് കൂടെയുള്ള സെൽവി ചേച്ചിയുടെ തലയിലേക്ക് വീഴുകയും ചെയ്ത്. എന്നിട്ട് കിട്ടാനുള്ളതെല്ലാം എനിക്ക് കിട്ടി ബോധിച്ചു. ഇങ്ങനെ ഇരിക്കണം. അതാണ് നമ്മളെ അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാമറ ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ വെക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇങ്ങനെ ടീച്ചർ മാത്രമൊന്നുമല്ല, ഒരു ദേവി ചേച്ചിയുണ്ട്, ടീച്ചറുണ്ട്, ഒരു കറുപ്പായി ചേച്ചിയുണ്ട്, പിന്നെ ഒരു കനക ചേച്ചിയുണ്ട്. അങ്ങനെ കുറച്ച് ചേച്ചിമാരും കുറേ പേരുണ്ട്. കോമഡി ആയിരിക്കും, കോമഡി.